എല്ലാം തകർന്നുവെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പരിഹാസ വിഷയമാകുവാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആദ്യമേ ക്ഷണിച്ച ഒരു വ്യക്തിയുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെയാണ് കാനാവിലെ വീട്ടിലെ ആ ഒരു പ്രശ്നം വന്ന സമയത്ത് അവിടെ ഏറ്റവും നല്ല കാര്യത്തെ ചില പ്രത്യേക മേഖലകൾക്ക് വേണ്ടിയിട്ട് ദൈവം മാറ്റിവെച്ചത്. അത് രുചിച്ചു നോക്കിയ ആ വിരുന്നുവാഴി മണവാളനെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും നല്ല വീഞ്ഞ് നീ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചത്? എങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചത്? ചില സമയത്ത് അങ്ങനെയാണ്. കർത്താവിനെ നാം ക്ഷണിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന സാഹചര്യത്തിന്റെ മധ്യേ അത്ഭുതകരമായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. പലപ്പോഴും കർത്താവിനെ ക്ഷണിക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം എന്ന് പറയുന്നത്. ക്ഷണിക്കപ്പെട്ട വിളിക്കപ്പെട്ട പല ആളുകളുടെ മധ്യേ കർത്താവിന് പ്രയോറിറ്റി കൊടുത്ത് അവരുടെ മുമ്പേ കർത്താവിനെ വിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പരിഹാസ വിഷയമാകുന്ന ആ വിഷയത്തിന്റെ അകത്തും ദൈവം അതൊരു അത്ഭുത പ്രവൃത്തിയായി ചെയ്യുക തന്നെ ചെയ്യും. കാരണം വിശ്വസിച്ചവരാൽ ഇത് സംഭവിക്കും. ഗോഡ് ബ്ലസ് യു.